ഈ കാണുന്ന കാട് പിടിച്ച് കിടക്കുന്ന ചതുപ്പ് ഇതിൽ നിന്ന് 46 മീറ്റർ പോയി കഴിഞ്ഞാൽ റോഡായി നെയ്യാറ്റിൻകര പൂവാർ റോഡ്. എന്നാൽ ഈ കാണുന്ന വീടുകൾ, ഇവിടെ ഒരു വീടുണ്ട്, അവിടെ അമ്പിളി, വസന്ത എന്ന 2 വീട്ടമ്മമാർ, രാധ, അവരുടെ ഭർത്താക്കന്മാരൊക്കെ മാരക അസുഖങ്ങളൊക്കെ വന്ന് മരിച്ചുപോയി. അവരിപ്പോൾ ഏകദേശം നമ്മൾ ഇങ്ങനെയും മൂക്കിൽ തൊടാം, ഇങ്ങനെ കറങ്ങിയും തൊടാമെന്ന് പറയുന്നത് പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകണം. വെള്ളം കയറിയാൽ, അതായത് മാനത്ത് മഴ കണ്ടാൽ ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിലാകും. ഉരുണ്ട് വേണമെങ്കിൽ കനാലിൽ വീഴാം. അപകടങ്ങൾ, ഇഴജന്തുക്കൾ, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചിട്ടാണ് അവരിപ്പോൾ ഇവിടെ താമസിക്കുന്നത്. എന്നെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്തിന് ഞങ്ങൾ ഇതിലൂടെയാണ് വന്നുകൊണ്ടിരുന്നത്, ഈ വഴിയെ. പിന്നെ ഒരു ചെറിയ വഴി. എനിക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ എനിക്ക് ശ്വാസം മുട്ടലൊക്കെ ഉള്ളത് 2 പ്രാവശ്യം ഞാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെ കിടന്നു, ഓക്സിജൻ നഷ്ടപ്പെട്ട്. അങ്ങനെ എടുത്തുകൊണ്ട് എൻ്റെ മോനാണ്, ഒരു മോനേ ഉള്ളൂ, ഒരു മോനും ഭാര്യയും കുഞ്ഞും. അങ്ങനെ എടുത്തും കൊണ്ടാണ് പിന്നെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത്. 2 വിധവകളാണ്, ഞാനും വിധവ, അവളും വിധവ. ഞാനൊരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു സ്ട്രോക്ക് വന്ന് ഒരു കൈയും ഒരു കാലും എടുക്കാതായിരുന്നു. ഇപ്പോൾ എനിക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട്. ഒരു വണ്ടി വന്നാൽ എനിക്ക് റോഡിൽ കയറണം, അതാണ് എൻ്റെ ബുദ്ധിമുട്ട്. ഇപ്പോൾ നിലവിലുള്ള ഈ വഴി അത് ഒരു കമ്പനി ഏറ്റെടുത്തിട്ട് അവർക്ക് കുറച്ച് വഴിക്കുള്ള സ്ഥലം വിട്ടിട്ടാണ് അവർ മതിൽ കെട്ടുന്നത്. എന്നാൽ നമ്മുടെ സ്വകാര്യ വ്യക്തികൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, അവിടെ ചതുപ്പാണ്. ആ ചതുപ്പ് കൊണ്ട് ഈ ഉടമസ്ഥന് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. അവിടെ നിന്ന് ഒരു 1/2 മീറ്ററോ 3/4 മീറ്ററോ ഒന്ന് വഴിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് പഞ്ചായത്ത് ഭംഗിയായി വഴിയാക്കി കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കും. അത് അവർക്കും ഗുണമാണ്. ഈ പറയുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട രാധ, അതുപോലെ തന്നെ അമ്പിളി എന്നീ വീട്ടുകാർക്കും അവരുടെ കൊച്ചുമക്കൾക്കും ഒക്കെ സൗകര്യമാണ്. ഈ 2 വീട്ടുകാരെന്ന് വെച്ചാൽ കാലാകാലങ്ങളിലായിട്ട് ഈ വെള്ളപ്പൊക്കത്തിൽ കഴിഞ്ഞുകൂടുന്നവരാണ്. ഒരു മഴ വന്നാൽ തന്നെ ഇവിടെ എല്ലാം വെള്ളം കൊണ്ടുവരാം. അവർക്ക് യഥാർത്ഥത്തിൽ പുറത്തിറങ്ങാൻ ഏതൊരു നിവൃത്തിയില്ല. ഇത് ചതുപ്പ് പ്രദേശമാണ്. ഇതുവഴിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഒരു വഴി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മേഖല മുഴുക്ക ഒത്തിരി ആളുകൾക്ക് താമസിക്കേണ്ട ഇടങ്ങൾ കിട്ടും. പക്ഷെ എന്ത് ചെയ്യാം, ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടുകാർ, സ്വന്തം മനുഷ്യരെന്ന് പറയുന്ന ആളുകൾ ഇപ്പുറത്ത് കിടക്കുമ്പോൾ അവർക്ക് വഴി കൊടുക്കില്ല. ഈ ചതുപ്പെങ്കിൽ ചതുപ്പ്, അവർക്ക് ആ ചതുപ്പ് വേണം. വഴിക്ക് 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല എന്നാണ് അവരുടെ വാദം. നമ്മുടെ നാട്ടുകാരും നാട്ടുകാരനെ പൊതുപ്രവർത്തകർ, രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് ഇടതുമുന്നണി പ്രവർത്തകർ, CPM-കാരൊക്കെ പല തവണ ഈ പറയുന്ന ഉടമസ്ഥരോടൊക്കെ കെഞ്ചി നോക്കി. പക്ഷേ സൂചി കുത്താൻ ഇടം കൊടുക്കില്ല എന്നാണ് അവസ്ഥ. മാനത്ത് മേഘം കണ്ടാൽ വെള്ളം കയറുന്ന സ്ഥലമാണ്, പകർച്ചവ്യാധിയാണ്. ഇതൊക്കെ കേരളത്തിലാണ് നടക്കുന്നത് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് കേരളം എങ്ങും എത്തിയിട്ടില്ല വികസനത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ മാനവികതയുടെ കാര്യത്തിൽ കേരളം ഇപ്പോഴും വട്ടപൂജ്യമാണ് എന്ന് വിമർശിക്കേണ്ടി വരുന്നത് ഇത്തരം സാഹചര്യം കൊണ്ടാണ്.